പിൻവാടിയിൽ അഗാധ നീലവാനമക്കരമുയർത്തി ഞങ്ങളെ അനുഗ്രഹിക്കു നിത്യതി നിതാന്തവത്സരോത്സുകം വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവയ്ക്കു ഞങ്ങളിൽ വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവയ്ക്കു ഞങ്ങളിൽ. ഓഡിറ്റോറിയത്തിന്റെ സമർപ്പണവും നടക്കുകയാണ്. ആ സമ്മേളന വേദിയിലേക്ക് എൻ്റെ നിക്ഷിപ്തമായ കർത്തവ്യ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ദേവസ്വം പ്രസിഡന്റ് ശ്രീ ജയകൃഷ്ണൻ അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം അതുപോലെ തന്നെ നമ്മുടെ വെല്യമ്പല സമർപ്പണത്തിനായി കേരള മുൻ ചീഫ് വിപ്പ് PC ജോർജ് അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ MP എത്തിച്ചേരുമെന്ന് അറിയിച്ചു എങ്കിൽ എന്തോ സാങ്കേതിക കാരണത്താൽ എത്താൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ മുഖ്യപ്രഭാഷണം നടത്തുന്ന ഒരു ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം എത്തിയിട്ടില്ല, എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ മൈലപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ജോസി അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ജിജോ മോഡി അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി LC ഈശോ അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വൈസ് പ്രസിഡന്റ് മൈലപ്ര ഗ്രാമപഞ്ചായത്ത് മാത്യു വർഗീസ് അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെയും അതുപോലെ 7ാം വാർഡ് മെമ്പറുമായിരിക്കുന്ന KS പ്രതാപൻ അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 11ാം വാർഡ് മെമ്പർ KS സുനിൽകുമാർ അവർ എത്തിയിട്ടില്ല, എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 8ാം വാർഡ് മെമ്പർ സാജു മണിദാസ് എത്തിയിട്ടില്ല, എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു. സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 1ാം വാർഡ് മെമ്പർ ജനഗമ്മ ശ്രീധരൻ എത്തിയിട്ടില്ല, അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 2ാം വാർഡ് മെമ്പർ പക്ഷേ ജനീഷ് കുമാർ MLA കൂടി ചേർന്ന് അതിന്റെ സൈഡിൽ പിടിച്ച് അദ്ദേഹം കൂടി ചേർന്നാണ് അതിന് മേളിൽ ഉത്തരം വെച്ചത് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. അപ്പൊ ഇന്നും അദ്ദേഹത്തിന് ഓർക്കാം, ഞാനും കൂടി ചേർന്നാണ് ഇത് വെച്ചത് എന്നുള്ളത്. അപ്പൊ അദ്ദേഹം ഇത് വിളിച്ചപ്പോൾ തന്നെ ഏറ്റവും കൃത്യം 3 മണിക്ക് തന്നെ അവരെല്ലാം എത്തിച്ചേർന്നുള്ളതാണ്. പ്രത്യേകങ്ങളേ ഉള്ളൂ താമസിച്ചു വരുന്നത്. വിഷ്ണാദികളെല്ലാം കൃത്യസമയത്ത് തന്നെ എത്തി. അപ്പൊ അദ്ദേഹത്തോടുള്ള നന്ദി നമുക്ക് ഈ അവസരത്തിൽ ഓർക്കുന്നു. അത് ഏറ്റവും ആദരണീയനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ മൈലപ്ര ശ്രീ ദുർഗാദേവി ക്ഷേത്രം ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ ജയകൃഷ്ണൻ മൈലപ്ര, ഈ വല്യമ്പലം ഇന്ന് നമുക്ക് വിശ്വാസികൾക്കായി സമർപ്പിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിൻ്റെ മുൻ നിയമസഭാ ചീഫ് വിപ്പ് കൂടിയായിട്ടുള്ള കേരള നിയമസഭയിലെ ശ്രദ്ധേയമായ നിരവധി ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ശ്രീ PC ജോർജ് അവറുകൾ, ായിട്ടുള്ള ശ്രീ പാവുമ്പ രാധാകൃഷ്ണൻ അവറുകൾ, മൈലപ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീമതി രജനി ജോഷി അവറുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി LC ഈശോ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ മാത്യു വർഗീസ്, മറ്റ് വാർഡ് മെമ്പർമാരായിട്ടുള്ള KS പ്രതാപൻ, സുനിൽകുമാർ ഉൾപ്പെടെ LC വർഗീസ്, ശോസാമ ജോൺസൺ, ശ്രീ റജി, ശ്രീ വിൽസൺ, മറ്റ് നിരവധി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കഴിഞ്ഞാൽ ഉടൻ തന്നെ മടങ്ങി പോകണം. ജോർജേട്ടൻ നന്നായി കാര്യങ്ങൾ സംസാരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. വേദി നിരവധി ആളുകളെ കൊണ്ട് സമ്പന്നമാണ്. അന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്ത
വല്യമ്പലം ആയിരിക്കില്ല, ഇപ്പോൾ അതിനുള്ള സമയമായില്ല, ചുറ്റമ്പലം അല്ലേ. പക്ഷെ വളരെ അന്ന് വന്ന ഇതിൽ നിന്നും വളരെ പെട്ടെന്ന് വലിയ മാറ്റം. എല്ലാം ഭക്തജനങ്ങളുടെ ഒരു സഹായത്താൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ക്ഷേത്രം മാറുകയാണ് എല്ലാ അർത്ഥത്തിലും. ഇപ്പോൾ ഓഡിറ്റോറിയവും വലിയ ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. നടക്കുന്നുണ്ട്. അപ്പോൾ മഹാഭാരതത്തിൽ നമുക്കറിയാം, പരിഷത്ത് രാജാവിൻ്റെ കഥയാണ്. രാജാവിന് ഭാഗവതം പാരായണം ചെയ്ത് 7 ദിവസം കൊണ്ട് കൊടുത്തു എന്നതാണ്. 7 ദിവസത്തെ ഭാഗവത പാരായണത്തിന് ശേഷം രാജാവിന് ഈ ലോകത്തെ ജീവിതം തന്നെ വൃഥമാണ് എന്ന് മനസ്സിലാക്കി സ്വയം തക്ഷക സർപ്പ ദർശനമേറ്റ് കാണുന്നില്ല. മറക്കണ്ട, ഞാൻ വർഗീയ പറയുന്ന ഞാൻ ഇന്ന നാളെ അതായിരിക്കും മെയിൻ വാർത്ത. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പല പ്രാവശ്യം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി പറയുമ്പോൾ ഹൈന്ദവ സമൂഹത്തിൻ്റെ ആ മാന്യത കൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഭാരതത്തിൽ മറ്റു മതസ്ഥർക്ക് ജീവിക്കാൻ കഴിഞ്ഞത് എന്ന സത്യം അംഗീകരിക്കാൻ ഇത്ര വിഷമം എന്താ? എനിക്കറിയില്ല. ഇത് പറയുമ്പോഴാണ് പലരും സൂചിക്കാത്തത്. ഞാനൊരു ഹൈന്ദവനാണെന്ന് എനിക്ക് നല്ല ബോധ്യമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എൻ്റെ അപ്പൻ ഒന്നാമത് ഹിന്ദുവായി. അതിൻ്റെ ചരിത്രം എൻ്റെ കുടുംബചരിത്രമെടുത്ത് പരിശോധിച്ചപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. കൊടുങ്ങല്ലൂർ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതിരമ്പുഴ വന്ന് നിലയ്ക്കൽ വന്ന് അവിടെ നിന്നാണ് ഞങ്ങൾ അരുവത്രയെത്തിയത്. അപ്പൊ ഞാനൊരു ഹിന്ദുവാണെന്ന് പറഞ്ഞാൽ ആർക്ക് എതിർക്കാൻ പറ്റും? ഹിന്ദു എന്ന് പറഞ്ഞാൽ ആരാണ്? ഋഷീശ്വരന്മാരുടെ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഭാരതത്തിന്റെ പുത്രൻ എന്നാണ് അർത്ഥം. ഹിന്ദു എന്ന് പറയുമ്പോൾ മതത്തിനപ്പുറത്തായ അംഗീകാരമാണ്. തീർച്ചയായും ഒരു ഹിന്ദുവായി ജീവിക്കാൻ, അല്ലെങ്കിൽ ഹിന്ദു കുടുംബത്തിൽ ജനിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് വിനയപരിസരം അറിയിക്കണം. നമ്മളെ സംബന്ധിച്ച് ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. നമ്മൾ നിങ്ങളെ MLA പറ്റി ജനീഷ് കുമാർ, ഞാൻ ഒരു വാക്ക് പറയും കേട്ടോ, നിങ്ങൾ ഭയങ്കര നന്ദിയുണ്ടെന്നൊക്കെ നമ്മുടെ ജയകൃഷ്ണൻ മൈലപ്പുറ പറയുന്നതിന് നന്ദികളൊന്നും കാര്യമില്ല, ഒരു ഊട്ടം കൊടുക്കണം, മനസ്സിലായി? എന്നോട് എല്ലാവരും ആകെ ശരിയല്ല. ഞാനൊരു പാപം ചെയ്തവനല്ല, എല്ലാവരെയും ഇഷ്ടം. ആകെപ്പടെ കാക്കാവൻ എഴുതുന്ന വർത്താനം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 27,000 വോട്ട് എനിക്കെതിരായിട്ട് ഒരുമിച്ച്, എന്നിട്ട് അതിനെ തോപ്പിച്ചു. ഞാൻ ഉദാഹരണം പറഞ്ഞു. പക്ഷെ അതുപോലെയുള്ള അബദ്ധമൊന്നും പാവപ്പെട്ട ജനീഷ് കുമാർ വരുത്തരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ശുദ്ധ കമ്മ്യൂണിസ്റ്റുകാരൻ, കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ദൈവമില്ലാന്ന് പറഞ്ഞിരുന്നവരാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ദൈവവിശ്വാസമൊക്കെ ആകാം എന്ന് വന്നിട്ടുള്ളത് കൊണ്ട് ജനീഷ് കുമാറിന് പാർട്ടിയിൽ നടപടിയുണ്ടാവില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറയാൻ കഴിയും. ആ നിലയിൽ തന്നെ നിങ്ങൾ MLA പോകുന്നു എന്ന് കാണുന്നുള്ള ആ സന്തോഷം വളരെ ആത്മാർത്ഥമായി ഞാൻ പറയുക. സുഹൃത്തുക്കളെ, ഞാൻ ഒന്നുകൂടെ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ചരിത്രം, ഈ ക്ഷേത്രത്തിനൊരു ചരിത്രമുണ്ട്. പരിശുദ്ധമായ ഈ ദൈവാലയം ശ്രീ ദുർഗാദേവി ക്ഷേത്രം, ഇതിൻ്റെ ആരംഭം മുതലുള്ള ചരിത്രമുണ്ട്. ആ ചരിത്രം മാറ്റി എഴുതാൻ പാടില്ല, ആ ചരിത്രം തിരുത്താൻ പാടില്ല. പ്രിയങ്കരായ ജയകൃഷ്ണൻ മൈലപ്പുറ പറഞ്ഞപ്പോൾ 18 വർഷം ഈ ക്ഷേത്രത്തെ പോറ്റിയ ശ്രീകുമാർ എന്ന് പറയുന്ന വലിയ ചേട്ടൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം അന്തരിച്ചു പോയി.
നിങ്ങൾ നിങ്ങളുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ ആ പേര് എഴുതി വെക്കണം. മനസ്സിലായോ? മറക്കാൻ പാടില്ല. ആ വലിയ മനുഷ്യന്റെ സംഭാവന വലുതാണ്. ആ വലിയ മനുഷ്യനെ ഓർത്തുകൊണ്ട് മാത്രമേ എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിന് ഭാരവാഹികൾ മുമ്പോട്ട് പോകണമെന്ന് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഇവിടെ 58 ക്ഷേത്രത്തിലായിരുന്നു മേൽശാന്തി. ഒന്ന് ആലോചിച്ച് 58 കൊല്ലം ഒരു ക്ഷേത്രത്തിന്റെ മേൽശാന്തിയായി പ്രവർത്തിക്കാൻ കഴിയുക അനുഗ്രഹം വർഷം തന്നെ വാങ്ങിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുപോലുള്ള സ്നേഹസമ്പന്നരായ വിശ്വാസികളെ മറക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞൊരു കാര്യം, ചരിത്രം മോശമാണെങ്കിൽ തിരുത്തപ്പെടണം. പക്ഷേ മോശം ചരിത്രം തിരുത്തപ്പെടുമ്പോഴും തിരുത്തിയ കാര്യവും തിരുത്താതിരിക്കുന്ന കാര്യവും ജനങ്ങളെ അറിയിക്കണം. അത് ജനങ്ങളുടെ സമ്മതത്തോടു കൂടെ വേണം തിരുത്താൻ. ഇതായിരിക്കും പറയാനുള്ളത്. നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ഒക്കെ ഉദാഹരണം ചൂണ്ടിക്കാണിക്കാമോ? പിണറായി വിജയൻ, നിങ്ങൾ ആരും പിണറായി വിജയൻ പറഞ്ഞ അവിടെ എഴുതാൻ പറഞ്ഞെന്താ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ആനയാണ്, പൂനെയാണ്. അദ്ദേഹം കാറിൽ സഞ്ചരിക്കുമ്പോൾ ഒരു 10-25 പോലീസ് വണ്ടിയുണ്ട്, ഭയങ്കരമാണ്, 6 ലക്ഷം കോടി രൂപ കടം ഉണ്ടാക്കിയവനാണ് എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ അതാണോ പിണറായി വിജയൻ? പിണറായി വിജയൻ ആരാണ്? അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ പോലീസിന്റെ ഭീകരമായ മർദ്ദനം ഏറ്റുവാങ്ങി മൃതപ്രായനായി മരിച്ചു എന്ന് കഴിഞ്ഞ് ഇട്ടിട്ട് പോയതാ പോലീസ്. കണ്ണൂർ ടൗണിൽ നിങ്ങൾ അറിയണം, കണ്ണൂർ ടൗണിൽ കസേരയില്ലാതെ കസേരയിൽ ഇരുത്തി പ്രിയങ്കനായ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി സഖാവിനെ അന്നത്തെ അവിടുത്തെ SP ആയിരുന്ന ജോസഫ് തോമസ് എന്ന് പറയുന്ന കാട്ടാളൻ മൃഗീയമായി മർദ്ദിച്ചു. ചത്തുപോകുമെന്ന് വിചാരിച്ചു. എങ്ങനെയോ ഏറ്റുവന്നു. ആ മനുഷ്യനെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു. അപ്പോൾ പിണറായി വിജയന്റെ ചരിത്രം പറയുമ്പോൾ തല്ലുകൊണ്ട കാര്യം പറഞ്ഞ നാണയക്കടന്ന് വെച്ച് നോക്കുക. തല്ലുകൊണ്ടത് ആദ്യം പറയാം. എൻ്റെ അഭിപ്രായം എങ്കിലും അത് വരികയുള്ളൂ. ഇപ്പൊ ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. ഭാരതം സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഓയ്യോ ഭയങ്കരം. ഈ സ്വാതന്ത്ര്യ അപകടത്തിലാണെന്ന് വേറെ കാര്യം. പലരെയും ബുദ്ധിമുട്ടിന്റെ ഫലമാണ്. ഗാന്ധിജി ബുദ്ധിമുട്ടിയിട്ടാണ്, അല്ല ജവഹർലാൽ നെഹ്റു ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മളെല്ലാം ചുമ്മാ കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. നമ്മുടെ കാരണന്മാരെല്ലാം കിടന്ന് ഉറക്കമായിരുന്നു. ഇവർ മാത്രം പ്രവർത്തിച്ചുള്ളൂ. എനിക്കൊരഭിപ്രായമുണ്ട്. സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായി കടന്നു വരേണ്ടിയിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നിരുന്നതെങ്കിൽ, ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി വന്നിരുന്നതെങ്കിൽ ഭാരതം ഇതാകില്ല. ഇവിടെ നമ്മുടെ പാക് അധിനിവേശ കാശ്മീർ പട്ടേലായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ അതിവിടെ കാണില്ല. അത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അങ്ങനെ എത്രയോ കാര്യങ്ങൾ പറയാറുണ്ട്. ഞാൻ ചെല്ലുന്നിടത്തെല്ലാം ചരിത്രമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നതും പേരുകൊണ്ടുണ്ട്. മറ്റ് ഇത് ദേവീക്ഷേത്രമായതുകൊണ്ടും ഇവിടെ കണ്ടാക്കൊള്ളാവുന്ന പെണ്ണുങ്ങൾ ഒത്തിരി പേര് ഇരിക്കുന്നത് കൊണ്ടും ഞാൻ ദീർഘമായിട്ട് വിശദാംശം കിടക്കുന്നില്ല. ഇവർക്കെല്ലാം നോക്കുകയോ PC ഇവിടെ വന്ന് വഴക്കുണ്ടാക്കി പോയിരുന്നു. അതാണ് എനിക്ക് ഈ പെണ്ണുങ്ങളുടെ മനപ്രയാസം ഞാൻ സഹിക്കാൻ പറ്റില്ല. ബാക്കി ആരും സഹിക്കും. അതുകൊണ്ട് ഞാൻ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം വിനയത്തോട് ഞാൻ പറയുന്നു, ചരിത്രത്തിൽ വെള്ളം ചേർക്കുന്ന പരിപാടി നമുക്ക് നിർത്തിക്കണം. ആരാണോ ചരിത്രത്തിൽ വെള്ളം ചേർക്കുന്നവൻ അവനെ നിലയ്ക്ക് നിർത്താനുള്ള നടപടി എടുക്കണം. ഇവിടെ പാഠപുസ്തകത്തിൽ വരെ ചരിത്രം വരുമ്പോൾ സത്യമായിട്ട് ഒരു ബന്ധമില്ലാത്ത ചരിത്രം വായിച്ച് പഠിപ്പിച്ചു വിടുക. എന്നെ പഠിപ്പിച്ചതെന്താ? നിങ്ങളെ പഠിപ്പിച്ചതെന്താ? ഓരോ വ്യക്തിയെ പറ്റി പറയുന്നത് നന്മ മാത്രം പറയും, തിന്മ പറയല. ഞാൻ പിണറായി വിജയന്റെ കാര്യം പറഞ്ഞു പറയും. പിണറായി മുഖ്യമന്ത്രിയായിരുന്നു, അത് പറയും. തല്ലുകൊണ്ട കാര്യം പറയും. അത് പോരാ. ഭാരതം ഗാന്ധിജിയുടെ ഉപ്പ് സത്യ, ഗാന്ധിജി ഉപ്പുണ്ടാക്കിയത് കൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാനിത് വിശ്വസിക്കുന്നില്ല. കാരണം അന്ന് ഉപ്പ് സത്യാഗ്രഹം നിയമലംഘനം എന്ന നിലയിലാണ് ഗാന്ധിജി അത് ചെയ്തത്. അദ്ദേഹത്തോട് ബഹുമാനക്കുറവൊന്നും എനിക്കില്ല. പക്ഷേ അതുകൊണ്ടൊന്നുമല്ല ബ്രിട്ടീഷുകാർ ഇട്ടേച്ച് പോയത്.
ഇവിടുന്ന് കൊള്ളയടിക്കാൻ കഴിയുന്നത് മുഴുവൻ കൊള്ളയടിച്ചിട്ടവൻ പോയി. ഇനി അധികം കൊള്ളയടിക്കാൻ തീർന്നു എന്ന് കണ്ടപ്പോൾ അവൻ ഇട്ടേക്ക് പോയതാണെന്നുള്ളതാണ് സത്യം. അല്ലെ കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്ത് ഞാൻ പറയുന്നു, എനിക്ക് ഇഷ്ടമില്ലമാരെ. പക്ഷേ ജനീഷ് കുമാറിനെ ഭാര്യമാരെ ഇട്ടുപോ, അതാണ് പ്രശ്നം. രാഷ്ട്രീയത്തിനപ്പുറമാണ്. ഞാൻ മറ്റു വിശാലിച്ച് ഒന്നും കിടക്കുകയല്ല. ഇവിടെ ചോറ്റി അപ്പുറത്ത് ഇതുപോലെ ആ മകളും വെക്കുമ്പോൾ ഞാനായിരുന്നു, എന്നെ ഗോണികളിൽ മുതൽ ഞാനാണ്. ചോറ്റി ക്ഷേത്രം വലിയ ക്ഷേത്രമാണ്. അത് നവീകരണം നടന്നപ്പോൾ സഭ ഞാൻ ഓർക്കാം. അത് ജനീഷ് കുമാറാണെന്ന് പറഞ്ഞ് ഞാൻ ഓർത്തതാണ്, അവിടെ ഞാൻ പറഞ്ഞത്. ഏതായാലും ഇവിടെ വലിയമ്പലവും ഓഡിറ്റോറിയവുമാണ് പുതിയതായി സമൂഹത്തിൽ സമർപ്പിക്കാൻ. ആ കാര്യത്തിൽ ആൻഡ്രോയിഡ് ഇവിടെ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. വരുമോ? പൊന്നു പെങ്ങളെ കളിക്കും. ഞാൻ എത്ര കൊല്ലം അറിയും, എൻ്റെ അയൽവാസിയായ അയാളെ എത്ര കൊല്ലം ഞാൻ അറിയും. വരും എന്നാണ് പറയുന്നത്. ചിരിക്കാതിരിക്കുന്നില്ല. കൊള്ളാം. അതാണ് ഞാൻ എനിക്ക് കുറ്റം പറയാൻ പോകുന്നു. തെറ്റിദ്ധരിച്ചില്ല, ഞാനിതൊന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞ വരികയെന്ന് എനിക്കറിയാം, ഞാൻ വീട്ടിലുണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം പോയി കഴിഞ്ഞാൽ വരുമായിരിക്കും, ഞാൻ ഉടനെ പോയേക്കാം, കുഴപ്പമില്ല. തീർച്ചയായും നല്ല നിലയിൽ തന്നെ ഈ സ്ഥാപനം നടന്നു പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വലിയമ്പലവും ഓഡിറ്റോറിയമാണ് ഇനി ഭഗവതിക്കായി സമർപ്പിക്കണം. മൈലപ്ര ഭഗവതിക്കായി ഞങ്ങളൊരു കാര്യം പറയാം. ദുർഗാദേവിയാണ് ഇവിടെ പ്രതിഷ്ഠയെന്ന് ഓർത്തോണം. മര്യാദയ്ക്ക് ഇരുന്ന് തല കാണുകയില്ല, സൂക്ഷിച്ചപ്പോൾ എല്ലാവരോടും പറയുക. എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്, വിശാംശം ഇവിടെ കിടക്കത്തില്ല. ദുർഗാദേവി സ്നേഹിച്ചാൽ മരിച്ച് സ്നേഹിക്കുന്ന ദേവിയാണ്. കുഴപ്പമുണ്ടാക്കിയാൽ അവസാനിപ്പിക്കുന്ന ദേവിയുമാണ്. അങ്ങനെ പ്രത്യേകത ദുർഗാദേവിക്കുണ്ടെന്ന് നിങ്ങൾ ഓർത്തോണം. ആ ഓർമ്മയോടുകൂടി തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ സഹകരിക്കുക. പ്രിയങ്കനായ ജയകൃഷ്ണൻ നല്ല ഈ മുഴുപ്പോട് ഞാനൊരു കൊച്ചു പയ്യനാണ് ഓർത്തത്. മനസ്സ് കുഞ്ഞുങ്ങളാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു പാവം പയ്യനാണ്, സഹായിക്കണം. എല്ലാ വിധത്തിലും ഈ ക്ഷേത്രം നന്നായി മുന്നോട്ട് പോകുന്ന കാണാൻ ആഗ്രഹിക്കുന്നു. ജയകൃഷ്ണൻ എന്നെ ഇനിയും വിളിക്കാം, ഞാൻ സഹായിക്കും. ഉറപ്പിച്ച് പറയാം, നമുക്ക് ആലോചിച്ച് നല്ല നിലയിൽ പോകണം. നല്ല എല്ലാ അനുഗ്രഹവും ദുർഗാദേവി നല്ലവരായി എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി വലിയമ്പല ഓഡിറ്റോറിയം വന്നിട്ട് ഓഡിറ്റോറിയം കൂടെ ഞാൻ ഇപ്പം പറയുക. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാഴ്ച കൂടി വന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടിയാണ്. വലിയമ്പലവും ദേവി കടാക്ഷം ലഭിക്കുമെന്ന പ്രാർത്ഥനയോടുകൂടി ഭഗവതിക്കായി ഞാൻ വിനയപുരസ്സരം ആദരവോടെ വിശ്വാസപൂർവ്വം സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
ബഹുമാനായ PC ജോസ് സാറിനെ ക്ഷേത്രത്തിലെ തന്ത്രി ആദരിക്കുന്നു. ഒന്നും പറഞ്ഞില്ല. 5 7 അല്ലേ അങ്ങനെ? അത് പറയണ്ടേ ബഹുമാനായ നമ്മുടെ എല്ലാമായ നമ്മുടെ രാജാജൻ ശ്രീ മുഹമ്മദ് രാധാകൃഷ്ണൻ ചേട്ടനെ ഇപ്പോൾ ക്ഷേത്രം തന്ത്രി ആദരിക്കുന്നു. ശില്പികളെ അമ്മേ ശരണം, ദേവീ ശരണം, മൈലപ്രായ വാഴും ഭഗവതിയെ ശരണം. ഇന്ന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ദേവസ്വം ഇവിടുത്തെ ഭക്തജനങ്ങൾ അവരിൽ ഏൽപ്പിച്ച വിശ്വാസവും അമ്മയോടുള്ള അകമഴ എന്താണ് എന്ന് നമ്മൾ ഇന്ന് മുതൽ അത് പ്രാവർത്തികമാക്കണം. ആ ബഹുമാനിയായ ജനപ്രതിനിധികൾ, വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും പ്രിയപ്പെട്ടവർ, മലപ്പുറ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിന്റെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും പുനഃപ്രതിഷ്ഠ വാർഷികവും മകൻതൊഴിൽ മഹോത്സവവും ഈ ക്ഷേത്രത്തിന്റെ തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ്, ഈ ക്ഷേത്രത്തിലെ അല്ലെങ്കിൽ ഈ ഇവിടുത്തെ ഭക്തജനങ്ങൾ, മറ്റ് ക്ഷേത്ര ഭാരവാഹികൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അദ്ദേഹം തന്നെ പറഞ്ഞു, ഇതിൻ്റെ പണികളൊക്കെ നടക്കുമ്പോൾ പണമൊന്നും ആദ്യം കണ്ടെത്തിയിട്ടല്ല, പക്ഷെ ഈ പണികൾ കണ്ടിട്ട് ഇവിടുത്തെ ഭക്തർ അത് സമർപ്പിക്കുകയാണ്. വലിയ അനുഗ്രഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മൈലപ്ര ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിനും ഇവിടുത്തെ ഭക്തജനങ്ങൾക്കും ഈ നാടിനും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നു. നന്ദി, നമസ്കാരം.
യോഗാധ്യക്ഷൻ ശ്രീ ജയകൃഷ്ണൻ, ക്ഷേത്രത്തിൻ്റെ തന്ത്രി ശ്രീ അടിമുറ്റത്തമഠം ശ്രീ സുരേഷ് ഭട്ടതിരിപ്പാട് അവറുകൾ, ശ്രീ ഹരി സാർ, എൻ്റെ സഹപ്രവർത്തകരായ ജനപ്രതിനിധികളെ, നല്ലവരായ ഭക്തജനങ്ങളെ, ക്ഷേത്ര കുടുംബാംഗങ്ങളെ, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് നാം ഇന്ന് കാണുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ആർക്കും അത് നിഷേധിക്കുവാൻ കഴിയുകയില്ല. വളരെ പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറത്ത് ഉയർന്നു പ്രവർത്തിക്കുവാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നമ്മുടെ മനോഹരമായ ഈ ഗ്രാമത്തെ ധന്യമാക്കിക്കൊണ്ട് ഇവിടെ യജ്ഞത്തിന് ഇന്ന് പരിസമാപ്തി കുറിക്കുകയാണ്. അതിനുശേഷം ഇനിയും 3 നാൾ നമ്മുടെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ വാർഷികവും ഇവിടെ നടക്കുകയാണ്. ഈ വർഷം എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ യജ്ഞവുമായി ബന്ധപ്പെട്ട് ആവശ്യമാണ് എന്ന് നാം പലരും ചിന്തിക്കാറുണ്ട്. എന്നാലല്ല, ഇവിടുത്തെ മറ്റ് ഇതര മതസ്ഥരൊക്കെ ഞങ്ങളുമായിട്ടുള്ള സ്വകാര്യ സംഭാഷണങ്ങളിൽ അവരെപ്പോഴും നമ്മളോട് പറയാറുണ്ട്, മൈലപ്രായില് ഒരു നല്ല ക്ഷേത്രം ഉയർന്നു വരേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മറ്റിതര മതസ്ഥരും നമ്മളോടെപ്പോഴും ഈ ദേശത്തെ സ്നേഹിക്കുന്ന, നമ്മുടെ മനോഹരമായ ഈ ഗ്രാമത്തെ സ്നേഹിക്കുന്ന ദേശസ്നേഹികളായിട്ടുള്ള ആളുകൾ എല്ലാവരും നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. അപ്പൊ നമുക്ക് മാത്രമല്ല ഈ സന്തോഷം, മറ്റുള്ളവർക്കും അത് വലിയ സന്തോഷമാണ്. അപ്പൊ അതൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ മനോഹരമായ ഈ ക്ഷേത്രത്തിന്റെ ദൈനംദിനമായ പ്രവർത്തനങ്ങളിൽ ഭക്തജനങ്ങൾ കൂടുതൽ പങ്കാളികളായിക്കൊണ്ട് നമുക്ക് തുടർന്ന് പ്രവർത്തിക്കുവാൻ ജഗദീശ്വരൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഈ ഭരണസമിതിയെയും ഭക്തജനങ്ങളെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മലപ്ര ദേവസ്വം പ്രസിഡന്റ് ശ്രീ ജയകൃഷ്ണൻ അവർ, പ്രിയപ്പെട്ട ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ഭട്ടതിരിപ്പാട് അവർ, പ്രിയപ്പെട്ട ഹരിസാറ്, ബ്ലോക്ക് മെമ്പർ LC ഈശോ അവർ ഉൾപ്പെടെയുള്ള എൻ്റെ സഹപ്രവർത്തകരായ ജനപ്രതിനിധികളെ, മറ്റ് വിവിധ സമുദായ പ്രതിനിധികളായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളവർ, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, അതോടൊപ്പം തന്നെ ഈ നമ്മുടെ മുമ്പ് ആദരവൊക്കെ ഏറ്റുവാങ്ങിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഹരിചാരനുണ്ടായിരുന്നു. നമ്മളിപ്പോഴൊക്കെയാണ് അറിയുന്നത് നമുക്കിങ്ങനൊരു കവിയൊക്കെ ഉണ്ടെന്ന്. അതോടെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയമൊക്കെ സമർപ്പിച്ച അജിച്ചേട്ടൻ്റെ വീട്ടുകാർ, സഹധർമ്മിണി ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. പ്രിയപ്പെട്ട എല്ലാവരും, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അമ്മയുടെ, മലപ്പുറം അമ്മയുടെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികവും അതോടൊപ്പം തന്നെ നമ്മുടെ വലിയമ്പലവും നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുമേ, ഈ ശ്രീ ദുർഗാ ദേവി ക്ഷേത്രത്തിൻ്റെ വലിയമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെയും സമർപ്പണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ മലപ്പുറ ദേശത്തെ പറ്റി പറയുമ്പോൾ ജാതിമത ഭേദമെന്നെ ഒത്തൊരുമിച്ച് വളരെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ദേശമാണ്. ഈ ഓഡിറ്റോറിയം വലിയമ്പലമൊക്കെ ഇവിടെ പണിയുവാൻ ഇതിൻ്റെ പിന്നിൽ അനേകർക്ക് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുകയാണ്. ഇതിന് മുന്നുള്ള ചടങ്ങുകളിലൊക്കെ പലപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ അന്നദാന ചടങ്ങിലും എനിക്കിവിടെ വരുന്നതിനും ആഹാരം കഴിക്കുന്നതിനൊക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഓഡിറ്റോറിയം ഇവിടെ അത്യാവശ്യമാണ്. ഇതിവിടെ പണിതു ഈ വലിയമ്പലം, ഇതിൽ അനേക ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്ന് ആരാധിക്കുന്നതിനും വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, സമയപരിമിതി കാരണത്താൽ എല്ലാവരുടെയും പേര് പറയുന്നില്ല, ക്ഷമിക്കണം. അതേപോലെ തന്നെ ഇന്ന് ഈ യോഗത്തിൽ നമ്മൾ മുൻപോട്ട് വെച്ച 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, വലിയമ്പലത്തിൻ്റെ സമർപ്പണം. 2, ഓഡിറ്റോറിയത്തിൻ്റെ സമർപ്പണം.
അകത്തെ പ്രതിഷ്ഠാവേദിയിലുള്ള പരിവാരങ്ങളെ സംബന്ധിച്ചോളം പൊതുവെ അവർ വളരെ ശാന്തരാണ്. അവർക്ക് ബലി തൂകുന്നതിന് വേണ്ടി ദേവന്റെ ആവശ്യമില്ല. അതേസമയം ബലിയമ്പലത്തിന്റെ പുറത്തുള്ള, ഇതാണ് നമ്മൾ പ്രസക്തമായിട്ട് മനസ്സിലാക്കേണ്ട വസ്തുത. നിങ്ങളൊക്കെ മഹാക്ഷേത്രങ്ങളിൽ കണ്ടിരിക്കും, മലയാളപ്പുഴയിലുമൊക്കെ കണ്ടിരിക്കും. ഈ പറഞ്ഞ ബലിയമ്പലത്തിന്റെ പുറത്തുള്ള ബലിക്കല്ലുകളിൽ ബലി തൂകുന്നതിന് വേണ്ടി ദേവൻ കൂടി എഴുന്നള്ളും. ഒന്നുകിൽ ആനപ്പുറത്ത്, അല്ലെങ്കിൽ ജീവതയിൽ, അല്ലെങ്കിൽ ശിവയിൽ വിഗ്രഹം കയ്യിൽ എഴുന്നള്ളിക്കും. അങ്ങനെ ദേവൻ കൂടി എഴുന്നില്ലെങ്കിൽ മാത്രമേ ബലിക്ക് ഈ പറഞ്ഞ ബലിയമ്പലത്തിന് പുറത്തുള്ള പരിവാരങ്ങൾ അനുസരണ ശീലമൊക്കെ കുറവാണ്. അവരല്പം ദേഷ്യക്കാരാണ്. അപ്പൊ അവര് ബലി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ, അവരെ അടക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ ദേവൻ കൂടി എഴുന്നേണ്ട ആവശ്യമാണ്. ഇതാണ് ഇവിടെ വലിയമ്പലത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ ഓഡിറ്റോറിയത്തെ സംബന്ധിച്ചോളം 1-2 വാചകങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഈ ഓഡിറ്റോറിയത്തെ സംബന്ധിച്ചോളം നമുക്ക് പലവിധമായ ക്ഷേത്ര ഉപയോഗങ്ങൾ അതിലുണ്ടെങ്കിൽ പോലും ഏറ്റവും പ്രധാനമായി അന്നദാനം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ഓഡിറ്റോറിയം നമ്മളിനിയും ഉപയോഗിക്കുന്നത്. ഇനിയും നൂറ്റാണ്ടുകളോളം നൂറുകണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന്, പ്രത്യേകിച്ച് അയ്യപ്പ സീസണിൽ അയ്യപ്പന്മാർക്ക് അന്നദാനം നടത്തുന്നതിന് വേണ്ടി നമുക്ക് ഈ ഓഡിറ്റോറിയം നമ്മുടെയൊക്കെ കാലശേഷവും വരും തലമുറകളിലും, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇനിയും ജനിക്കാത്ത വരും തലമുറയും ആ ഡേറ്റ് തീർച്ചയായിട്ടും വായിക്കും. അന്നത്തെ തലമുറ 1-2 തലമുറയ്ക്ക് ശേഷമുള്ളവരും വിളിച്ചു പറയും, ഈ ഓഡിറ്റോറിയം നിർമ്മിച്ചിട്ട് ഇപ്പോൾ 1 വർഷം, 100 വർഷം കഴിഞ്ഞു, അല്ലെ 150 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അന്നദാനത്തിൻ്റെ പ്രത്യേകതയെ പറ്റി ഇവിടെ ശ്രീമതി LC ഈശോ ഒന്ന് സൂചിപ്പിച്ചു. അതിൻ്റെ ബാക്കി കൂടി ഒന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് അന്നദാനം എന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പറച്ചിലുണ്ട്, ഹ്യൂമൻ വാണ്ട്സ് ആൻഡ് ദ വേവ്സ് അറ്റ് സീ വിൽ നെവർ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അതിരില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അതായത് കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ല ഓമനെ എന്ന് വയലാർ പോലും പാടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഹ്യൂമൻ വാണ്ട്സ് ആൻഡ് ദ വേവ്സ് അറ്റ്. അധ്യക്ഷൻ ശ്രീ ജയകൃഷ്ണൻ വേദിയിൽ ഒപ്പം സദസ്സിൽ പ്രതിജ്ഞ രേഖപ്പെടുത്തുന്നതിനുള്ള ചുമതലയാണ് ഞാൻ നിൽക്കുന്നത്. ആദ്യമായി ഈ യോഗത്തിൽ അധ്യക്ഷ ശ്രീ ജയകൃഷ്ണൻ ദേവസ്വത്തിൻ്റെയും സദസ്സിൻ്റെയും പേരിൽ പ്രതിജ്ഞ അറിയിക്കുന്നു. അടുത്തായി ക്ഷേത്രം മന്ത്രി ശ്രീ ബ്രഹ്മശ്രീ സുരേഷ് ഭട്ടതിരിപ്പാട് അവരുടെയാണ്. അദ്ദേഹത്തിനും ദേവസ്വത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ അറിയിക്കുന്നു. എല്ലാവരുടെ ക്ഷണ സ്വീകരിച്ചിവിടെ എത്തിയ MLA അഡ്വക്കേറ്റ് KV ജനീഷ് കുമാർ, മുൻ ചീഫ് വിപ്പ് ശ്രീ PC ജോർജ്, സത്ന ശ്രീ ഭാവമ്മ, ശ്രീ രാധാകൃഷ്ണൻ, പത്തനംതിട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രജനി ജോഷി, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ജിജോ മോഡി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി LC ഈശോ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ മാത്യു വർഗീസ് എന്നിവരോടുള്ള പ്രതിജ്ഞ അറിയിക്കുന്നു. 7ാം വാർഡ് മെമ്പർ ശ്രീ KS മോദാവൻ, പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽകുമാർ, അനിത തോമസ്, SC സാമുവേൽ, ശിവസാമൻ, പ്രതി എബ്രഹാം, ക്ഷേത്രോപകരണ സമിതി ജനറൽ കൺവീനർ ശ്രീ വിജയൻ, ജോയിന്റ് കൺവീനർ ശ്രീ സിബി മത്തിശ്ശേരി, ഈശ്വര പ്രവർത്തനത്തെ ശ്രീ സ്വർഗ, മതപാഠശാല അംഗങ്ങൾ എന്നിവരോടുള്ള പ്രതിജ്ഞ അറിയിക്കുന്നു. എല്ലാ സഹകരണവും ചെയ്യുന്ന പലപ്പോഴും രാധാകൃഷ്ണനായ പിൻവാതിൽ ലക്ഷ്മണകുമാർ, വലിയമ്പലത്തിൻ്റെ പണികൾ കൃത്യമായി ഭംഗിയായി നടത്തി തന്ന ശ്രീ ഹരിഹരൻ നായരും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ശില്പികൾ എന്നിവർക്കുള്ള നന്ദി അറിയിക്കുന്നു. സദ്യ ഒരുക്കി തന്ന തെലുങ്ക് ശ്രീ ജഗന്നാഥൻ നായർ, സഹായികൾ എന്നിവർക്കും സദ്യവും വിളിച്ചു നൽകിയ വലിയ ഉറപ്പിൽ സർവ്വസുലഭം. ഇത് സ്വന്തമായിട്ട് നിർമ്മിച്ചതാണ്. അതാണ് ഇതിൻ്റെ മഹത്വം. ഇതിൻ്റെ അമ്മയാണ്
നമ്മുടെ മണ്ണിൽ ശാലിനി